കഥ ആരംഭിക്കുന്നത് എഡ്വാർഡ് ലെമുവൽ എന്നു പേരുള്ള സോഷ്യലി ഓക്വേർഡായിട്ടുള്ള വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നടനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. എഡ്വാർഡിന് ന്യൂറോ ഫൈബ്രോമാറ്റോസിസ് എന്ന പേരുള്ള ഒരവസ്ഥയുണ്ടായിരുന്നു. മുഖം വിരൂപമായി കാണപ്പെടുന്ന ഒരു രോഗാവസ്ഥയായിരുന്നു അത്. ഒരു ദിവസം എഡ്വാർഡ് ഒരു അവയർനെസ് പ്രോഗ്രാമിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് എഡ്വാർഡും എഡ്വാർഡിന്റെ കോസ്റ്റാറും ഇരുന്ന് അവരുടെ പാസ്റ്റിനെ പറ്റിയും ഒന്നിച്ചവർ അഭിനയിച്ചതിനെ പറ്റിയും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്നുമുണ്ടായിരുന്നു. അവിടെ നിന്ന് മടങ്ങുമ്പോ ആളുകളുടെ തുറച്ചുനോട്ടവും കളിയാക്കിയുള്ള ചിരിയുമൊക്കെ എഡ്വാർഡിനെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നുണ്ടായിരുന്നു. അവൻ തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് കയറുമ്പോഴാകട്ടെ ഒരാൾ എഡ്വാർഡിനെ തടഞ്ഞു നിർത്തി മോട്ടിവേഷൻ കൊടുത്ത് അവനോട് സംസാരിച്ചു. ധൈര്യത്തോടെ ജീവിതത്തിൽ മുമ്പോട്ടു പോവാനും പ്രതിസന്ധികളെ എതിരിടാനും അയാൾ പറയുന്നുണ്ടായിരുന്നു. എഡ്വാർഡ് അങ്ങനെ തന്റെ ഫ്ളാറ്റിന് മുമ്പിലേക്ക് എത്തി. അങ്ങോട്ടേക്ക് കയറാൻ പോകുന്നതിന് മുമ്പ് എഡ്വാർഡിന്റെ തൊട്ടടുത്ത് ഒരു പെൺകുട്ടി താമസം മാറി വന്നിരുന്നു. വീട്ടിലേക്ക് അവളുടെ സാധനങ്ങൾ മാറ്റുകയാണ്. എഡ്വാർഡിനെ പെട്ടെന്ന് കണ്ടതും അവളൊന്ന് ഞെട്ടി പിന്മാറിയിരുന്നു. എഡ്വാർഡ് ഒന്നും തന്നെ പറഞ്ഞില്ല. അവൻ തന്റെ താമസ സ്ഥലത്തേക്ക് കയറി. എഡ്വാർഡ് താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ സീലിംഗിൽ ഒരു ലീക്കേജ് ഉണ്ടായിരുന്നു. ലീക്ക് തറയിൽ വീഴാതിരിക്കാൻ അവൻ താഴെ ഒരു ബൗള് കൊണ്ടുചെന്ന് വെച്ചു. അന്ന് രാത്രിയിൽ എഡ്വാർഡ് ഒരു വീഡിയോയും കണ്ട് ഉള്ളിയെറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് വാതിലിൽ ഒരു മുട്ടു കേട്ടത്. പെട്ടെന്നുണ്ടായ മുട്ടായതുകൊണ്ട് ഒന്ന് ഞെട്ടിയവൻ അബദ്ധത്തിൽ അവന്റെ തന്നെ കൈവിരൽ മുറിച്ചു. വേഗം ചെന്ന് അവൻ വാതിൽ തുറന്നു. പുറത്തു നിന്നിരുന്നത് അവന്റെ പുതിയ നെയ്ബർ ആയിരുന്നു. ആ പെൺകുട്ടി അവന്റെ കൈമുറിഞ്ഞത് കണ്ട് ഒന്ന് പരിഭ്രാന്തയായി. പെട്ടെന്ന് പോയി ഫസ്റ്റ് എയ്ഡ് കിറ്റ് എടുത്തുകൊണ്ട് വന്ന് അവന്റെ മുറിവുകൾ അവൾ വെച്ച് കെട്ടി. നല്ല ആഴത്തിലുള്ള മുറിവാണ്, സ്റ്റിച്ച് ഇടേണ്ടി വരുമായിരിക്കും എന്നവളപ്പോൾ പറയുന്നുമുണ്ട്. സീലിംഗിലെ ലീക്കേജ് കണ്ട് അത് ഫിക്സ് ചെയ്യുന്നതിനെ പറ്റിയും അവൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ പേര് ഇൻഗ്രിഡ് എന്നാണെന്നും അങ്ങോട്ടേക്ക് താമസം മാറി വന്നതാണെന്നും താനൊരു പ്ലേ റൈറ്റർ ആണെന്നും അവൾ അവനോട് പറഞ്ഞു. അവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന എഡ്വാർഡിന്റെയും അമ്മയുടെയും ഒരു ഫോട്ടോയൊക്കെ ഇൻഗ്രിഡ് നോക്കിക്കണ്ടു. എഡ്വാർഡിന് രോഗബാധയുണ്ടാവുന്നതിന് മുമ്പുള്ള സുന്ദരമായ ഫോട്ടോസ് ഇത് നിങ്ങൾ തന്നെയാണോ എന്ന് അതിശയത്തോടെ അവൾ ചോദിച്ചു. യാഥാർത്ഥ്യത്തിൽ ഇൻഗ്രിഡ് ഡോറിൽ മുട്ടിയത് തന്നെ അലക്കുവാൻ വേണ്ടി കുറച്ച് ലിക്വിഡ് വാങ്ങാനായിരുന്നു. അത് വാങ്ങി വൈകാതെ അവൾ പോവുകയും ചെയ്തു. അടുത്ത ദിവസം എഡ്വാർഡ് ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ എഡ്വാർഡിനോട് സംസാരിച്ചു. എഡ്വാർഡിന്റെ കണ്ടീഷൻ കൂടുതൽ മോശമായി വരികയാണ്. അധികം വൈകാതെ എഡ്വാർഡിന് ചിലപ്പോ കേൾവിശക്തി നഷ്ടപ്പെട്ടേക്കും, കാഴ്ചയും പതിയെ ഇല്ലാതാകും. ഡോക്ടർ എഡ്വാർഡിനെ സജസ്റ്റ് ചെയ്തു. എഡ്വാർഡിന്റെ സുഹൃത്തായ ഒരു ഡോക്ടർ ഒരു എക്സ്പെരിമെന്റൽ ഡ്രഗ് കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യഘട്ട പരീക്ഷണത്തിലൊക്കെ വിജയമാണ്. മനുഷ്യരിൽ പരീക്ഷിക്കാൻ വേണ്ടി അവർ മുന്നിട്ടിറങ്ങി നിൽക്കുകയാണ്. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ ചെന്ന് ആ എക്സ്പെരിമെന്റിൽ പങ്കാളിയാകാം. ഒരുപക്ഷെ അത് നിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കും. ഡോക്ടർ എഡ്വാർഡിനത് സജസ്റ്റ് ചെയ്തപ്പോ എഡ്വാർഡിനും അത് ചെയ്താലോ എന്ന തരത്തിൽ തോന്നി. അന്ന് തിരികെ വീട്ടിലേക്ക് പോയപ്പോ ഇൻഗ്രിഡിന് ഹൗസ് വാമിംഗ് ഗിഫ്റ്റായി ഒരു ടൈപ്പ് റൈറ്റർ അടക്കം വാങ്ങിയായിരുന്നു അവൻ പോയത്. ഇൻഗ്രിഡ് വാതിൽ തുറന്നു. എഡ്വാർഡിൽ നിന്ന് ഗിഫ്റ്റ് സ്വീകരിച്ചു. അവർ സംസാരിച്ച് നിന്നപ്പോഴേക്കും അങ്ങോട്ടേക്കൊരു ചെറുപ്പക്കാരൻ വന്നു. വൈകാതെ ഇരുവരും വീടിനകത്ത് കയറി വാതിലടച്ചു. എഡ്വാർഡ് തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോരുകയും ചെയ്തു. അടുത്ത ദിവസം എഡ്വാർഡിന് ഒരു ഓഡീഷൻ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് എഡ്വാർഡ് മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും അവിടെയുള്ളവരെ ഇംപ്രസ് ചെയ്യിക്കാൻ അവന് സാധിച്ചില്ല. എഡ്വാർഡിന് അവിടെ നിന്ന് പോരേണ്ടി വന്നു. ഇൻഗ്രിഡും എഡ്വാർഡും തമ്മിലുള്ള സൗഹൃദം വളർന്നു. തന്റെ ആക്ടിംഗ് സ്കില്ലുകളും അതിന്റെ വീഡിയോസും ഒക്കെ എഡ്വാർഡ് ഇൻഗ്രിഡിനെ കാണിച്ചു കൊടുത്തു. എഡ്വാർഡിന് ഇൻഗ്രിഡിനെ വല്ലാതെ എന്തായാലും എന്തായാലും ഡോക്ടർ സജസ്റ്റ് ചെയ്ത ആ എക്സ്പെരിമെന്റിൽ പങ്കെടുക്കാൻ അവൻ തീരുമാനിച്ചു. അങ്ങനെ ഡോക്ടറിന്റെ അടുത്തെത്തി എക്സ്പെരിമെന്റിന്റെ ആദ്യഘട്ടം ചികിത്സാവിധികൾ അവൻ പൂർണ്ണമാക്കി. പിന്നാലെ അവന്റെ കയ്യിലെ ബാൻഡേജ് മുറിച്ച് ശരിയാക്കാൻ ഒരു നഴ്സിനെ ഡോക്ടർ വിളിച്ചു. നഴ്സ് കടന്നു വന്നു. എഡ്വാർഡിന്റെ മുഖത്തു നോക്കാൻ നഴ്സ് ഭയപ്പെട്ടിരുന്നു. മുഖത്തു നോക്കാതെയായിരുന്നു അവരെന്നാ ബാൻഡേജ് റിമൂവ് ചെയ്തത്. ചികിത്സയ്ക്ക് ശേഷം എഡ്വാർഡ് തിരികെ തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തി. വാതിലിന് മുമ്പിൽ ഡിറ്റർജന്റും ഒരു കത്തും ചോക്ലേറ്റ്സും എഡ്വാർഡ് നോക്കിക്കണ്ടു. അത് വെച്ചിരിക്കുന്നത് ഇൻഗ്രിഡ് ആണെന്ന് എഡ്വാർഡിന് അറിയാമായിരുന്നു. എഡ്വാർഡ് കൊടുത്ത ടൈപ്പ് റൈറ്ററിൽ എഴുതിയിരുന്ന വരികളായിരുന്നു അതിലുണ്ടായിരുന്നത്. രാത്രിയിൽ എഡ്വാർഡ് അതിശയത്തോടെ ഒരു കാര്യം നോക്കിക്കണ്ടു. അവന്റെ കയ്യിലുണ്ടായ വലിയ മുറിവുണ്ടല്ലോ, അതാ ഒരൊറ്റ ദിവസം കൊണ്ട് ഉണങ്ങി ഭേദമായിരിക്കുന്നു. അന്ന് രാത്രിയിൽ എഡ്വാർഡ് ഉറങ്ങുമ്പോ പോലീസ് അവന്റെ വാതിലിൽ മുട്ടി. എഡ്വാർഡ് വാതിൽ തുറക്കുമ്പോഴേക്കും മറ്റാരോ വന്ന് അവിടെയല്ലെന്ന് പറഞ്ഞ് പോലീസ് സംഘത്തെ കൂട്ടിക്കൊണ്ടുപോയിരുന്നു. എഡ്വാർഡ് അവരെ പിന്തുടർന്നു. മുകളിലെ ഒരു മുറിയിൽ ഒരാൾ ആത്മഹത്യ ചെയ്തിരുന്നു. എഡ്വാർഡ് അത് നോക്കിക്കണ്ടു. പലവട്ടം ജീവിതം അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് എഡ്വാർഡിന്റെ ചിന്തകൾ പോയിട്ടുള്ളതാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ അവൻ ഒഴിഞ്ഞുമാറി നിൽക്കുകയായിരുന്നു. പോലീസ് സംഘവും മറ്റും ആ മൃതദേഹം അങ്ങനെ കൊണ്ടുപോകുന്നത് എഡ്വാർഡ് നോക്കി നിന്നിരുന്നു. അടുത്ത ദിവസം എഡ്വാർഡും
ഇൻഗ്രിഡും പുറത്തുപോയി റെസ്റ്റോറന്റിലിരുന്നവർ ഭക്ഷണം കഴിച്ച് സംസാരിച്ചു. തലേന്ന് അവരുടെ അപ്പാർട്ട്മെന്റിൽ നടന്ന ആ ആത്മഹത്യയെ പറ്റിയായിരുന്നു സംസാരത്തിൽ ഇൻഗ്രിഡ് ചോദിച്ചു, എഡ്വാർഡിന് എപ്പോഴെങ്കിലും ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? ചിലപ്പോഴൊക്കെ എന്നായിരുന്നു എഡ്വാർഡിന്റെ മറുപടി. ആ സമയത്താണ് എഡ്വാർഡിന്റെ കയ്യിലെ മുറിവുണങ്ങിയ കാര്യം ഇൻഗ്രിഡ് ശ്രദ്ധിക്കുന്നത്. അതിനെപ്പറ്റി അവൾ ചോദിച്ചു. അത് തനിയങ്ങുണങ്ങി എന്നായിരുന്നു എഡ്വാർഡ് മറുപടി പറഞ്ഞത്. അവരങ്ങനെ സംസാരിച്ചിരിക്കെ ഒരാൾ അവരിയ്ക്കുന്ന റെസ്റ്റോറന്റിലെ ടേബിളിന്റെ മറുവശത്ത് ഗ്ലാസിനപ്പുറം വന്നു. എഡ്വാർഡിനെ നോക്കി കൈവീശി പിന്നാലെ അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഇൻഗ്രിഡ് ചോദിച്ചു, എഡ്വാർഡിന് അയാളെ അറിയാമോ? എനിക്ക് അയാളെ അറിയില്ലെന്നും ഇതുപോലെ വിചിത്രമായ പല കാര്യങ്ങളും നടക്കാറുണ്ട് എന്നുമായിരുന്നു എഡ്വാർഡിന്റെ മറുപടി. അന്ന് മടങ്ങിയെത്തിയ ശേഷമാണ് അപ്പാർട്ട്മെന്റിൽ എഡ്വാർഡ് ആ കാര്യം ശ്രദ്ധിക്കുന്നത്. അപ്പാർട്ട്മെന്റ് സീലിംഗിൽ നിന്നുള്ള ലീക്കേജ് ഒരുപാട് കൂടിയിരിക്കുന്നു. എഡ്വാർഡ് അതിലേക്ക് നോക്കി നിൽക്കെ മുകളിൽ നിന്ന് ഒരു പീസറ്റ് എഡ്വാർഡിന്റെ മുഖത്ത് വീണു. അവിടെ ഒരു മുറിവുണ്ടായി. പക്ഷേ അന്ന് വളരെ വിചിത്രമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് അവൻ നോക്കിക്കണ്ടു. അവന്റെ സ്കിന്നിൽ മുഖത്ത് പല മാറ്റങ്ങളും കാണാമായിരുന്നു. എഡ്വാർഡ് അടുത്ത ദിവസം ഡോക്ടറെ ചെന്ന് കണ്ടു. ഡോക്ടർ അവനോട് പേടിക്കണ്ട, നിന്റെ ശരീരം സ്വയം വേഗത്തിൽ സുഖപ്പെടുന്നതാണ് എന്ന് മറുപടി കൊടുത്തു. പുതിയ മരുന്ന് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതിൽ ഡോക്ടർ വല്ലാതെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അന്ന് പോരുന്നതിന് മുമ്പ് എഡ്വാർഡിന്റെ മുഖത്തിന്റെ ആദ്യത്തെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്നറിയാൻ വേണ്ടി അവർ പ്രിന്റ് ചെയ്ത് എടുത്തു വെച്ചിരുന്ന മുഖത്തിന്റെ ഒരു മാസ്ക് എഡ്വാർഡിന് അവർ കൈമാറുകയും ചെയ്തു. അന്ന് തിരികെ പോരുമ്പോ എഡ്വാർഡിന് വല്ലാതെ വയ്യായിക തോന്നിയിരുന്നു. ഛർദ്ദിക്കാൻ തോന്നിയവൻ വേഗം അടുത്തുള്ള ബാറിൽ കയറി ഛർദ്ദിച്ചു. ടോയ്ലറ്റ് യൂസ് ചെയ്ത് പുറത്തേക്ക് വരുമ്പോ കസ്റ്റമേഴ്സിന് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റൂ എന്ന തരത്തിൽ അവിടുത്തെ ബാർടെൻഡർ പറഞ്ഞു. അതോടെ എഡ്വാർഡ് ഒരു ഡ്രിങ്ക് വാങ്ങി കഴിക്കാൻ തുടങ്ങി. ആ സമയം അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എഡ്വാർഡിനെ കണ്ട പരിചയത്തിൽ സംസാരിക്കാൻ വന്നെങ്കിലും എഡ്വാർഡിന് അയാളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അടുത്ത 4-5 ദിവസം കൊണ്ട് എഡ്വാർഡിന്റെ മുഖത്ത് കാര്യമായ മാറ്റങ്ങൾ വന്നു. എഡ്വാർഡിന്റെ മുഖം പൂർണ്ണമായി റീസ്റ്റോർ ചെയ്യപ്പെട്ട പോലെയായി. കണ്ടാൽ വളരെ ഹാൻസമായി തോന്നുന്ന ഒരു ജെന്റിൽമാനായി എഡ്വാർഡ് മാറിയിരുന്നു. എഡ്വാർഡ് അതൊന്ന് ആഘോഷിക്കാൻ അടുത്തുള്ള ബാറിൽ പോയി. പക്ഷെ ആ ബാർടെൻഡറിന് പുതിയ രൂപത്തിലുള്ള എഡ്വാർഡിനെ തിരിച്ചറിയാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ ബാറിൽ എഡ്വാർഡ് കൂടുതൽ സന്തോഷത്തോടെ കുറെ സമയം ചിലവഴിച്ചു. പിന്നീട് അവൻ അപ്പാർട്ട്മെന്റിൽ മടങ്ങിയെത്തി. അന്നായിരുന്നു അങ്ങോട്ടേക്ക് സീലിംഗിലെ പ്രശ്നം പരിഹരിക്കാൻ ഒരു പ്ലംബർ എത്തുന്നത്. എഡ്വാർഡ് എന്ന് പറഞ്ഞ വ്യക്തി വിളിച്ചിട്ടാ വന്നത് എന്നൊക്കെ പറഞ്ഞെങ്കിലും എന്റെ പേര് എഡ്വാർഡ് എന്നല്ല, ഞാൻ ആരെയും വിളിച്ചിട്ടില്ലല്ലോ എന്ന മട്ടിലായിരുന്നു എഡ്വാർഡ് സംസാരിച്ചത്. പിന്നാലെ ഡോക്ടർ എഡ്വാർഡിനെ കാണാൻ വന്നു. പക്ഷേ പുതിയ രൂപത്തിലുള്ള എഡ്വാർഡിനെ ഡോക്ടർക്ക് മനസ്സിലാവുന്നേ ഉണ്ടായിരുന്നില്ല. എഡ്വാർഡ് ഇവിടെയാണോ താമസിക്കുന്നത് എന്ന് ഡോക്ടർ അന്വേഷിച്ചു. ചികിത്സാ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഡോക്ടർ വന്നത്. പക്ഷേ എഡ്വാർഡ് ഡോക്ടറോട് സംസാരിച്ചു. ഞാൻ എഡ്വാർഡിന്റെ ഒരു ഫാമിലി മെമ്പർ ആണെന്നും എഡ്വാർഡ് മരണപ്പെട്ടു പോയല്ലോ എന്ന രീതിയിലുമായിരുന്നു അവന്റെ സംസാരം. തന്റെ പേര് ഗൈ എന്നാണെന്നും അവൻ ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടറും എഡ്വാർഡും അങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പോ വാതിലിന് മറവിൽ നിന്ന് ഇൻഗ്രിഡ് അത് കേൾക്കുന്നുണ്ടായിരുന്നു. എഡ്വാർഡ് മരണപ്പെട്ടു എന്ന് ഇൻഗ്രിഡും വിശ്വസിച്ചു. ഇൻഗ്രിഡിൽ അത് വല്ലാത്ത ദുഃഖം തീർത്തിരുന്നു. തന്റെ ഐഡന്റിറ്റി തന്നെ മാറ്റി ഗൈയായി പുതിയൊരാളായി ജീവിക്കാൻ എഡ്വാർഡ് തീരുമാനിച്ചു. അടുത്ത ദിവസം ഗൈ ഒരു ജോലിക്കായി ശ്രമിക്കാൻ തുടങ്ങി. വൈകാതെ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റായി ഗൈക്ക് ജോലി ലഭിച്ചു. അവന്റെ കോവർക്കേഴ്സിനൊന്നും ഗൈ എന്ന അവന്റെ പേര് അത്രയ്ക്കങ്ങോട്ടേക്ക് സുഖിക്കുന്നുണ്ടായിരുന്നില്ല. എന്ത് പേരാടോ ഇത്, പേര് മാറ്റിക്കൂടെ എന്ന മട്ടിലൊക്കെ അവർ ചോദിച്ചെങ്കിലും ഗൈ അതിന് തയ്യാറായതേയില്ല. എന്തായാലും റിയൽ എസ്റ്റേറ്റ് ഏജൻസി ഓഫീസിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റായി അവൻ ജോലി ആരംഭിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസമാണ് തെരുവിലൂടെ നടന്നു പോകുന്ന ഇൻഗ്രിഡിനെ അവൻ നോക്കിക്കാണുന്നത്. ഇൻഗ്രിഡിനെ അവൻ പിന്തുടർന്നു. ഇൻഗ്രിഡ് പോയത് ഒരു ഓഡിറ്റോറിയത്തിലേക്കായിരുന്നു. അവിടെ മുൻവശത്ത് എഡ്വാർഡ് എന്ന് പറയുന്ന നാടകത്തിന് വേണ്ടിയുള്ള ഓഡിഷൻ നടക്കുന്നതായി എഴുതി വെച്ചിരുന്നു. ഇൻഗ്രിഡിനെ ഫോളോ ചെയ്ത് ഗൈ അകത്തേക്കെത്തി. ഗൈയെ കണ്ടതും നിങ്ങൾ ആരാണ് എന്ന് ഇൻഗ്രിഡ് ചോദിച്ചു. മറുപടി കൊടുക്കുന്നതിന് പകരം എഡ്വാർഡിന്റെ ക്യാരക്ടറിന് വേണ്ടി ഓഡിഷൻ ചെയ്യാനായിരുന്നു അവന്റെ തീരുമാനം. പക്ഷേ ഓഡിഷനിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ഗൈക്ക് സാധിച്ചില്ല. യാഥാർത്ഥ്യത്തിൽ അവൻ പെർഫോം ചെയ്യാനിരുന്ന ആ സ്ക്രിപ്റ്റ് പോലും അവന്റെ തന്നെ ജീവിതത്തെ, അതായത് എഡ്വാർഡിന്റെ ജീവിതത്തെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. പിന്നീട് വീണ്ടും അവൻ ഒന്നും കൂടി ഓഡീഷന് വന്നു. ഇത്തവണ നേരത്തെ ഡോക്ടർ അവന് കൊടുത്തിരുന്ന ഫേസ് മാസ്കും ധരിച്ചിട്ടായിരുന്നു അവൻ വന്നത്. കണ്ടാൽ പഴയ എഡ്വാർഡിനെ പോലെ തോന്നിപ്പിക്കുന്ന അതേ മുഖവുമായി അവൻ ഓഡീഷനിൽ കയറി. അന്നത്തെ ഓഡീഷനിൽ അവൻ അഭിനയിച്ചത് ഇൻഗ്രിഡിനും എഡ്വാർഡിനും ഇടയിലുണ്ടായിരുന്ന ഒരു ഇമോഷണൽ മൊമെന്റ് ആയിരുന്നു. അന്നത്തെ ആ പെർഫോമൻസിൽ ഇൻഗ്രിഡ് ഇംപ്രസ്ഡ് ആയി. ഗൈ എന്ന പേരിൽ അപ്പോൾ അറിയപ്പെടുന്ന യഥാർത്ഥ എഡ്വാർഡിനെ തന്നെ ആ റോൾ ചെയ്യുവാൻ വേണ്ടി ഇൻഗ്രിഡ് തീരുമാനിച്ചു. അന്നത്തെ ഓഡീഷന് ശേഷം ഒരിടത്തിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇൻഗ്രിഡ് ചോദിച്ചു, ആദ്യത്തെ ഓഡീഷനിൽ പരാജയപ്പെട്ട് നിങ്ങൾ പോയതാണല്ലോ, പിന്നീടെന്താ വീണ്ടും ഓഡീഷന് വരാൻ കാരണം? ഗൈ പറഞ്ഞു, എഡ്വാർഡിനെ പോലെ റോണി എന്ന പേരുള്ള ഒരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു. ആ റോള് ചെയ്ത് അവനോട് ആദരവ് കാണിക്കണം എന്നെനിക്ക് തോന്നി. പിന്നാലെ ഗൈ അവളുടെ ആ സ്ക്രിപ്റ്റിനെ പറ്റി ചോദിച്ചു. അതെന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണെന്നും എഡ്വാർഡ് എന്ന പേരുള്ള ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നു, വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു.
പറയുകയായിരുന്നു, എഡ്വാർഡിനെ പോലെ തന്നെയുള്ള ഒരാളെയായിരുന്നു എനിക്ക് വേണ്ടത്, നിങ്ങളിൽ ഞാൻ അയാളെ കണ്ടു എന്നായിരുന്നു ഇൻഗ്രിഡ് പറഞ്ഞത്. അന്ന് കുറെ സംസാരിച്ച് അവരൊടുവിൽ ഇൻഗ്രിഡിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോയി. അവരവിടെ ഒന്നിച്ച് സംസാരിച്ച് ചെറുതായി ഡാൻസ് ഒക്കെ ചെയ്തു നിൽക്കുമ്പോ പുറത്താരോ ബെല്ലടിച്ചു. അതാരാണെന്ന് നോക്കാൻ അവള് പോയി. ആ സമയം ഗൈ പതിയെ അവളുടെ മുറിയിലേക്ക് കയറി നോക്കി. അവിടെ മുറിയിലെ ഭിത്തിയിൽ പഴയ എഡ്വാർഡിനെ പോലെ രോഗമുള്ളവരുടെ കുറെ ചിത്രങ്ങൾ അവൻ നോക്കിക്കണ്ടു. അപ്പോഴേക്കും ഇൻഗ്രിഡ് അങ്ങോട്ടേക്ക് എത്തി ഗൈയെ കെട്ടിപ്പിടിച്ചു. അവരെന്ന് ചുംബിക്കുകയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. പക്ഷേ അപ്പോഴൊന്നും ഗൈയാണ് എഡ്വാർഡ് എന്ന കാര്യം ഒരിക്കൽ പോലും ഇൻഗ്രിഡിന് മനസ്സിലായതേയില്ല. വൈകാതെ ഒരു ദിവസം ഒന്ന് സംഭവിച്ചു. ഓഡിഷൻ ഹൗസിൽ പ്രാക്ടീസ് നടക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഓസ്വാർഡ് എന്ന പേരുള്ള ഒരു വ്യക്തി കയറി വന്നു. എഡ്വാർഡിനെ പോലെ ന്യൂറോഫൈബ്രോമെറ്റോസിസ് എന്ന അസുഖം ബാധിച്ച വ്യക്തിയായിരുന്നു അയാൾ. അയാളുടെ മുഖവും വിരൂപമായിരുന്നു. ഓഡിഷനിൽ പങ്കെടുത്ത് അഭിനയിക്കാൻ അവസരം കിട്ടുമോ എന്നറിയാൻ എത്തിയതായിരുന്നു അയാൾ. പക്ഷേ ഗയ്യെ കണ്ടതും അയാൾക്ക് റോള് കിട്ടിയെന്ന് മനസ്സിലാക്കിയതും ഓസ്വാർഡ് അവിടെ നിന്ന് പോവാനായിട്ട് ഇറങ്ങി. അങ്ങനെ ഒരാൾ അഭിനയത്തിന് വന്നത് അക്ഷരാർത്ഥത്തിൽ ഇൻഗ്രിഡിനെ അതിശയിപ്പിച്ചിരുന്നു. ആ റോളിന് ഓസ്വാൾഡ് ആയിരിക്കും ഒരുപക്ഷെ കൂടുതൽ അനുയോജ്യൻ എന്ന് പോലും അവൾക്ക് ആ നിമിഷം ചിലപ്പോ തോന്നിയിരിക്കാം. അടുത്ത ദിവസം ഗൈ കൂട്ടുകാരൊത്ത് ഒരു ബാറിൽ ഇരിക്കുമ്പോ അങ്ങോട്ടേക്ക് ഓസ്വാർഡ് കടന്നു വന്നു. എഡ്വാർഡ് എന്ന പേരിൽ തന്റെ രൂപത്തിലുള്ള ഒരാളുടെ ക്യാരക്ടർ ഒരു ഡ്രാമയിൽ അവൻ പ്ലേ ചെയ്യുന്നുണ്ട് എന്ന തരത്തിൽ ഓസ്വാർഡ് പറഞ്ഞപ്പോ അങ്ങനൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനായിരുന്നു ഗൈ ശ്രമിച്ചത്. കൂട്ടുകാരാണെങ്കിൽ അതിന്റെ പേരിൽ ഗൈയെ കളിയാക്കുന്നുമുണ്ട്. ഓസ്വാർഡ് പിന്നാലെ ക്ഷമ ചോദിച്ച് അവിടെ നിന്ന് പോവുകയും ചെയ്തു. അടുത്ത ദിവസം പ്രാക്ടീസ് നടക്കുന്നയിടത്ത് ഒരു സീനിലെ ചില കാര്യങ്ങളെ പറ്റി പറഞ്ഞ് ഇൻഗ്രിഡും ഗയ്യും തമ്മിൽ ചെറിയ വാക്കുതർക്കം നടക്കുകയാണ്. അപ്പോഴായിരുന്നു ഓസ്വാർഡ് അങ്ങോട്ടേക്ക് എത്തുന്നത്. വന്നപാടെ ഓസ്വാർഡ് ഗയ്യെ കെട്ടിപ്പിടിച്ചു, പരിചയം പുതുക്കി. പിന്നാലെ അവൻ പോവാൻ തുടങ്ങിയപ്പോ അവിടെ തുടരാമോ എന്നും ഞങ്ങളുടെ റിഹേഴ്സൽ കാണാമോ എന്നും ഇൻഗ്രിഡ് ഓസ്വാർഡിനോട് ചോദിച്ചു. ഓസ്വാർഡ് അതിനെ സമ്മതിച്ചു. അങ്ങനെ ഓസ്വാർഡും അവരുടെ ടീം അംഗങ്ങളിൽ ഒരാളായി മാറി. വളരെ പെട്ടെന്ന് തന്നെ ഓസ്വാർഡിന്റെ നല്ല മനസ്സുകൊണ്ടും മികച്ച ഇടപെടലുകൊണ്ടും ടീം അംഗങ്ങളുടെ മുഴുവൻ പ്രിയപ്പെട്ടവനായി മാറാൻ അവന് കഴിഞ്ഞു. പക്ഷേ പ്ലേയുടെ കഥ മുഴുവൻ അറിഞ്ഞപ്പോ എഡ്വാർഡ് ഏറ്റവും ഒടുവിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന വിവരം അറിഞ്ഞപ്പോ ഓസ്വാർഡിന് അതത്രയങ്ങ് സഹിച്ചില്ല. അത് നല്ലൊരു എൻഡിങ്ങേ അല്ല എന്നായിരുന്നു ഓസ്വാർഡിന്റെ വാദം. ഓസ്വാർഡ് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആക്സെന്റ് ഇൻഗ്രിഡിന് നന്നായി തോന്നിയിരുന്നു. എഡ്വാർഡിന്റെ ക്യാരക്ടറിൽ അത് ഉണ്ടാവേണ്ടതാണ് എന്ന തരത്തിൽ ഗയ്യോട് അവൾ പറയുകയും ചെയ്തു. അന്ന് രാത്രിയിൽ ഇൻഗ്രിഡ് ഓസ്വാർഡ് പറഞ്ഞ പോലെ പ്ലേയുടെ അവസാനം തിരുത്തുന്നുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന എഡ്വാർഡ് എന്തിനാ അത് ചെയ്യുന്നത് എന്ന് മട്ടിൽ ചോദിച്ചു. ഓസ്വാർഡിന്റെ ഐഡിയ തീർത്തും യുക്തിപരമാണെന്നും അതാണ് ശരിയെന്നുമായിരുന്നു അവളുടെ മറുപടി. ഉടൻ ഗൈ പറഞ്ഞു, ഞാൻ മുമ്പ് നിന്നോടത് സജസ്റ്റ് ചെയ്തതായിരുന്നില്ലേ, അപ്പോ നീ അത് വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഇൻഗ്രിഡ് അതിന് മറുപടിയൊന്നും കൊടുത്തില്ല. അടുത്ത ദിവസം മാറ്റിയെഴുതിയ ഭാഗങ്ങൾ ഗൈ പെർഫോം ചെയ്തു. പക്ഷെ ഗൈയുടെ ആ പെർഫോമൻസിൽ ആരും തന്നെ ഹാപ്പി ആയിരുന്നില്ല. കുറച്ചു ദിവസങ്ങൾ കൂടി മുമ്പോട്ട് പോയി. ഒരു ദിവസം ഒരു പാർക്കിൽ വെച്ച് ഓസ്വാർഡും ഗൈയും വീണ്ടും കണ്ടുമുട്ടി. അവരൊരു ബാറിലിരുന്ന് സംസാരിച്ചു. ആ സമയം പ്ലേയുടെ ഇംപ്രൂവ്മെന്റിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ഓസ്വാർഡിന് അറിയാമെന്ന് ഗൈ തിരിച്ചറിഞ്ഞു. ഓസ്വാർഡും ഇൻഗ്രിഡും ടച്ചിലുണ്ട് എന്ന് മനസ്സിലാക്കിയതും അവന് വല്ലായ്മ തോന്നി. അന്നവിടത്തെ സ്റ്റേജിൽ കയറിയ ഓസ്വാർഡാകട്ടെ മനോഹരമായി ഗാനം പാടി എല്ലാവരുടെയും ശ്രദ്ധയാകർഷിക്കുകയും ചെയ്തു. പക്ഷേ അടുത്ത ദിവസമാണ് പ്രധാന പ്രശ്നം നടക്കുന്നത്. പ്ലേയുടെ ക്ലൈമാക്സ് തന്നെ ട്രാജിക് ഇൻസിഡന്റിൽ നിന്ന് എഡ്വാർഡിന്റെ രൂപം ഹാൻസം മനുഷ്യനായി മാറുന്നതിലേക്ക് ഇൻഗ്രിഡ് എഴുതി മാറ്റിയിരുന്നു. അതോടെ ഓസ്വാർഡ് എഡ്വാർഡിന്റെ ഭാഗം ചെയ്യട്ടെ എന്നും അവസാനത്തെ ഹാൻസം മനുഷ്യന്റെ ഭാഗം ഗൈ ചെയ്യട്ടെ എന്ന തരത്തിലേക്കുമുള്ള ചർച്ചകൾ വന്നു. ഗൈക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് രണ്ട് ക്യാരക്ടറും ഒരാൾക്ക് ചെയ്തുകൂടാ എന്നൊക്കെയായിരുന്നു ഗൈ ചോദിച്ചത്. ഗൈയെ പറഞ്ഞു മനസ്സിലാക്കാൻ ടീം അംഗങ്ങൾ ശ്രമിച്ചെങ്കിലും ഗൈക്ക് അത് ഉൾക്കൊള്ളാനേ പറ്റിയില്ല. ഒടുവിൽ ഗൈ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അധികം വൈകാതെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് ആ നാടകത്തിന്റെ ആദ്യ ഷോ അരങ്ങേറി. ഓസ്വാർഡിന്റെ പ്രകടനം മികച്ചു നിന്നിരുന്നു. അതിനെപ്പറ്റി ആളുകൾ അഭിനന്ദിച്ചപ്പോ ഗൈ വല്ലാതെ നിരാശനായി. എല്ലാം പോട്ടെ, ഇൻഗ്രിഡും ഓസ്വാർഡും കൂടുതൽ അടുക്കുന്നുണ്ടായിരുന്നു. അവരുടെ അടുപ്പം കാണുമ്പോ ഗൈ കൂടുതൽ ദേഷ്യപ്പെടാനും അസ്വസ്ഥനാവാനും ഒക്കെ ആരംഭിച്ചു. പിന്നാലെ ഇൻഗ്രിഡിനെ പ്രപ്പോസ് ചെയ്യാൻ എഡ്വാർഡ് തീരുമാനിച്ചു. പക്ഷേ അന്നാണ് എഡ്വാർഡ് ഒരു വിവരം അറിയുന്നത്. ഓസ്വാർഡ് മുമ്പ് എഡ്വാർഡ് താമസിച്ചിരുന്ന, അതായത് ഗൈ താമസിച്ചിരുന്ന അവളുടെ അപ്പാർട്ട്മെന്റിന്റെ തൊട്ടടുത്ത അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറി എത്താൻ പോവുകയാണത്രേ. ഗൈ അപ്പാർട്ട്മെന്റിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചെങ്കിലും അവിടെ ഉണ്ടായിരുന്ന പ്ലംബർ അവനെ തടഞ്ഞു. ഗൈയുടെ മാനസികാവസ്ഥ തന്നെ വല്ലാത്ത രീതിയിൽ തെറ്റാൻ തുടങ്ങിയിരുന്നു. എപ്പോഴും എഡ്വാർഡിന്റെ മാസ്ക് ധരിച്ച് അവൻ ദുഃഖത്തിൽ അലഞ്ഞു. എല്ലാവരെയും വെറുപ്പിച്ചു. മുമ്പ് അതേ മുഖം
അവനുണ്ടായിരുന്നപ്പോൾ അവനോട് തോന്നിയിരുന്ന ആ ഒരു പുച്ഛം ഇപ്പോൾ അവന് സ്വന്തം ഹാൻസമായ മുഖത്തോട് തോന്നാൻ ആരംഭിച്ചു. എന്തിനേറെ പറയുന്നു, അവന്റെ ജോലി വരെ അതുകൊണ്ട് പ്രതിസന്ധിയിലായി. ഒരു ദിവസം നാടകം അരങ്ങേറുമ്പോ സ്റ്റേജിൽ വെച്ച് ഓസ്വാഡിനെ ആക്രമിക്കാനായി ഗൈ മുന്നിട്ടു ചെന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അതിൽ അപകടം പറ്റിയത് ഗൈക്ക് തന്നെയായിരുന്നു. ഓസ്വാഡ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഗൈയുടെ കൈയും കാലും ഒടിഞ്ഞു. ഇൻഗ്രിഡും ഓസ്വാഡും ചേർന്നിട്ടായിരുന്നു അപകടം പറ്റി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അവനെ പരിപാലിച്ചതുപോലും. അങ്ങനെ നാളുകൾ മുമ്പോട്ടേക്ക് പോയി. ഗൈ സുഖപ്പെട്ടു വന്നു. അന്നൊരു ദിവസം ഇൻഗ്രിഡിനെ ഒരാൾ വന്ന് അപമാനിക്കുന്നതും ഗൈ നോക്കിക്കാണുകയാണ്. അത് കണ്ടു നിൽക്കാൻ അവന് പറ്റുമായിരുന്നില്ല. അയാളോട് അവൻ ഏറ്റുമുട്ടി. എന്തിനേറെ പറയുന്നു, ആ പ്രവൃത്തി അവനെ ജയിലിലെത്തിച്ചു. ഇതിനിടയിൽ എഡ്വാർഡ് എന്ന ആ നാടകം ഒരു സിനിമയാക്കാനുള്ള ആലോചനകളും ഇൻഗ്രിഡും ഓസ്വാൾഡും പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം കുറച്ചധികം പ്രായം ചെന്ന ഗൈ ജയിലിൽ നിന്നും റിലീസായി നേരെ നഗരത്തിലേക്ക് എത്തുകയാണ്. നഗരത്തിൽ ഒരു പ്ലേ നടക്കുന്നിടത്തേക്കായിരുന്നു അവനെത്തിയത്. അവിടെ ഓസ്വാഡ് ഉണ്ടായിരുന്നു. ഓസ്വാഡ് അവനെ കണ്ടതും ഓടിവന്ന് കെട്ടിപ്പിടിച്ചു. പിന്നീട് ഇൻഗ്രിഡും ഓസ്വാഡും ഗൈയുമിരുന്ന് സംസാരിച്ചു. ഓസ്വാഡും ഇൻഗ്രിഡും കല്യാണം കഴിച്ചു. അവരിപ്പോ വളരെ സക്സസ്ഫുൾ ആയ ക്രിയേറ്റീവ് ഡ്യുവോ ആയി വർക്ക് ചെയ്യുന്നു. കാനഡയിലെ ഒരു കമ്മ്യൂണിലേക്ക് റിട്ടയർമെന്റ് അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എഡ്വാർഡിന്റെ സിനിമയുടെ അഡാപ്ഷൻ വളരെ മികച്ച രീതിയിൽ വന്നു എന്നതിനെ പറ്റിയൊക്കെ അവർ അവനോട് സംസാരിക്കുന്നുണ്ട്. തന്റെ മുഖം വിരൂപമാണെന്ന് ചിന്തിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു കാലത്ത് അവൻ ഏറെ ആഗ്രഹിച്ചിരുന്നു. ഇന്ന് അതുപോലുള്ള ഓസ്വാഡും ഇൻഗ്രിഡും താൻ സ്വപ്നം കണ്ട ജീവിതം ജീവിക്കുന്നു. ഒരുപക്ഷെ താൻ ജീവിക്കേണ്ട ജീവിതമാണ് ഓസ്വാഡ് ഇപ്പോൾ ജീവിക്കുന്നത്. എത്രയധികം സമയവും മറ്റുമാണ് ഞാൻ നഷ്ടപ്പെടുത്തിയത് എന്നൊരു ചിന്ത ഗൈയുടെ ഉള്ളിലേക്ക് വന്നു. ആ ദൃശ്യങ്ങളോടെ ഈ ഒരു ഡാർക്ക് കോമഡി ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.